ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് അടിപൊളി ഒരു സൂത്രം ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് ഇതുപോലെ സാറ്റിൻ റിബണിൻ്റെ ഒരു എൻഡ് നമുക്ക് പിടിക്കാൻ പാകത്തിന് വിട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇത് മടക്കി കൊടുക്കണം. ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒരു ടേൺ ചെയ്യണം. അതുപോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. അതായത് ജസ്റ്റ് ഒരു മടക്കിയിട്ട് ഒരു ഹാഫ് ടേൺ ഈ പൂവാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടിരിക്കും, നന്നായിട്ട് വരുത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഒരു പൂവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് ഒത്തിരി ലൂസായിട്ട് നമ്മൾ പിടിക്കാൻ പാടില്ല, കുറച്ച് ടൈറ്റായിട്ട് വേണം, ഹോൾഡ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. ലൂസായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് തീരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഊരിപ്പറിഞ്ഞ് വീണ്ടും ആ ഒരു റിബണിൻ്റെ മോഡലിഞ്ഞ് വന്നു പോവും. അത് കാരണം ഇത് കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വേണം ഓരോ ചുറ്റും ചുറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ പൂവിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമ്മളിതിനെ ചുറ്റി പൂ പോലെ എടുക്കാം. നമുക്ക് ചെറിയ പൂ മതിയെങ്കിൽ കുറച്ചൊന്ന് ചുറ്റിയെടുത്താൽ മതി. അല്ല കുറച്ചുകൂടെ വലിപ്പം കൂടുതലോ കുറച്ച് വലിയ പൂ വേണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന അത്രയും നമുക്കിതുപോലെ ചുറ്റി ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് പോർഷൻ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ അതുപോലെ കീപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അവസാനം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം അതെപ്പോഴും അവിടെ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനേ. ഇനി നമുക്കൊരു സൂചി നൂലും വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അതായത് ഫസ്റ്റ് വിട്ട ആ ഒരു പോർഷൻ ഉൾപ്പെടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് എത്ര പിടിച്ച് വലിച്ചാലും എറിഞ്ഞാലും വേറെ എന്ത് ചെയ്താലും ഇത് ഇളകി പോകത്തില്ല. കറക്റ്റ് ആ ഒരു പൂവിൻ്റെ ഷേപ്പിൽ തന്നെ എന്നും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് റിബൺ കൂടെ ഞാൻ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പൂവിൻ്റെ ബാക്ക് വശം, അതായത് ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ റിബൺ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ബാലൻസ് നിൽക്കുന്ന പോർഷൻ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാവേ. ഉരുക്കിയത് ചൂടോടെ നമുക്ക് അതിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും, നമുക്ക് വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. ഞാനിന്ന് ഒരു കമ്മലാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കമ്മൽ മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഈ പൂക്കൾ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം കൂടെ നമ്മൾ അതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ കമ്മൽ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 32 പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതായത് ഒരു 16 കുട്ടികൾക്ക് കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അടുത്തതായിട്ട് ഈ കമ്മൽ ഉണ്ടാക്കാനുള്ള ഫ്രെയിമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫാൻസിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അധികം വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂവിനെ എടുത്ത് കറക്റ്റ് മിഡിലായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരു ജോഡി കമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ കമ്മലിൻ്റെ ബാക്കിലുള്ള ബട്ടൺസും കൂടെ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഇടയ്ക്കാണ് മേടിച്ചത്. അപ്പം നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താലോ. ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ മനോഹരമായ അടിപൊളി ഒരു കമ്മൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് പല കളറിലും സാറ്റിൻ റിബൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണോ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രോക്കിനൊക്കെ മാച്ചായിട്ട് ഏത് കളറിൽ വേണോ നമുക്ക് അതിനനുസരിച്ച് ഇതുപോലെ ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സിയാക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിയായ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ട്, അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.